إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സന്തോഷത്തോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും നടത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് അർപ്പിക്കാനായിക്കൊണ്ടാണ് മനുഷ്യരായ നാം ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. സൃഷ്ടിപ്പിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യവും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുക എന്നുള്ളത്. സ്വർഗമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ വാഗ്ദാനം, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഇബാദത്ത് ചെയ്യാറുള്ളത്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാം ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങളും അത് പൊളിഞ്ഞു പോകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നത് നാം ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ ആ 2 നിബന്ധനകൾ? ഒന്നാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കലാണ് ഒന്നാമത്തെ നിബന്ധന, അഥവാ ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന ആ ഒരു കാര്യം. അതെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഇഖ്ലാസ് ഇല്ലെങ്കിൽ, നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോവാൻ ആ ഒരൊറ്റ കാരണം മതി. രണ്ടാമതായിക്കൊണ്ട് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നിബന്ധനയാണ് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം നാം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത്.
നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ പുതുതായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് നാം ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് വിളിക്കാറുള്ളത്. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് വെക്കുക. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മം സ്വീകരിക്കുകയില്ല. അത് പൂർണ്ണമായി കൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുമെന്ന ഗൗരവപ്പെട്ട വിഷയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പാവങ്ങളാണ്, അവർ നിഷ്കളങ്കരാണ്. അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുപ്പം അത് സാമീപ്യം നേടാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് വലിയ വലിയ ഉയർച്ചയിലേക്ക് നമുക്ക് എത്താൻ കഴിയും, അത് നല്ലതാണ് എന്ന നിലക്കാണ് ഈ ജനങ്ങളൊക്കെ ബിദ്അത്ത് ചെയ്ത് വരാറുള്ളത്. എന്നാൽ നമ്മൾ സ്ഥിരം വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. മഹാനായ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി തീരുന്നവരെ സംബന്ധിച്ച് നാം പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ. ഐഹിക ജീവിതത്തിൽ താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ പ്രയത്നങ്ങളൊക്കെ അത് വെറുതെയായി പോകുന്നവരാണ് അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ലതാണ് എന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി കൊണ്ടും പൊളിച്ചു കളയും എന്ന വാഗ്ദാനം തുടർന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബിദ്അത്ത് എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുമായിരുന്നു, വഇയ്യാകും വമുഹ്ദിസാത്തുൽ ഉമൂർ. ജനങ്ങളെ, നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദീനിൽ പുതുതായി കൊണ്ടുണ്ടാവുന്ന പല കാര്യങ്ങളുണ്ടാവും, അതിനെ നിങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുതിയ കാര്യങ്ങളും അതൊക്കെ അനാചാരമാണ്, അതൊക്കെ ബിദ്അത്താണ്. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. തീർച്ചയായും എല്ലാ ബിദ്അത്തും എല്ലാ അനാചാരങ്ങളും അതൊക്കെ ളലാലത്താണ്, അതൊക്കെ വഴികേടാണെന്ന് പ്രവാചകൻ പറയുന്നു. മറ്റൊരു റിവായത്തിൽ കാണാം, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടും അതൊക്കെ നരകത്തിലേക്കാണ് നമ്മളെ നയിക്കുക എന്ന ആ ഒരു കാര്യം നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ബിദ്അത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വമൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ. ആരെങ്കിലും ഈ ദീനിൽ ഇസ്ലാമിൽ പുതുതായി കൊണ്ടെന്തെങ്കിലും കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ ലൈസ മിൻഹു. അത് ദീനിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഫഹുവ റദ്ദുൻ. അത് തള്ളപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും നിലകൊള്ളുന്ന മാസം ഈ ശഅബാൻ മാസത്തിൽ ധാരാളം അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ശഅബാൻ മാസത്തിന് ധാരാളം പ്രത്യേകതകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിൽ ധാരാളം ബിദ്അത്തുകൾ ഈ മാസത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതായി കൊണ്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ശഅബാൻ 15ന്റെ ആ രാവ്, അന്ന് ബറാഅത്ത് രാവ് എന്ന പേര് കൊടുത്തുകൊണ്ട് ധാരാളം ബിദ്അത്തുകൾ അന്നേ ദിവസം നടക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് ഇത്തരം ആളുകൾ പറയുന്നത് അന്നേ ദിവസമാണ് ഖുർആൻ അവതരിച്ചത് എന്നാണ്. അവർ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പിഴച്ച അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. അവർ പറയുന്നത് ഖുർആൻ അവതീർണമായത് ബറാഅത്ത് രാവിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്, അത് റമദാൻ മാസത്തിലാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിലാണ് ഖുർആനിനെ അവതീർണമാക്കിയത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്നതായി കൊണ്ട് കാണാൻ കഴിയും. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് കാണാം, അമൻ ഖാല ഇന്നഹാ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ആരെങ്കിലും ഈ പ്രസ്തുത രാവ് അതായത് ശഅബാൻ 15 ആണ് അനുഗ്രഹീതമായ രാവ് എന്ന് പറയുകയാണെങ്കിൽ ഫഖദ് അബ്അദ അൻ-നജഅതി ഫഇന്ന നസ്സൽ ഖുർആന അന്നഹാ ഫീ റമളാൻ, എന്നാൽ അയാ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. അവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. മാത്രമല്ല ഖുർആൻ അതിനെ ഗണ്യമായി കൊണ്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഈ ശഅബാൻ മാസത്തിൽ ധാരാളം അനാചാരങ്ങൾ പ്രത്യേകിച്ച് ശഅബാൻ 15 നടക്കുന്നു എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അതിലെ ചിലതിനെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട് ശഅബാൻ 15 രാവിൽ ഒരു പ്രത്യേക നമസ്കാരം കണ്ടുവരാറുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പരത്തുന്ന ഒരു കള്ളമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരാറുള്ളത്. യാ അലി, അല്ലയോ അലിയെ, മൻ സല്ല ലൈലത്തുൽ നിസ്ഫി 100 റക്അത്തിൻ ബിഅൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് 1000 പ്രാവശ്യം ഓതിക്കൊണ്ട് 100 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഖദല്ലാഹു ലഹു കുല്ലു ഹാജത്തിൻ ഫലബഹാ തിൽക്കൽ ലൈല, ആ രാത്രി അവൻ ആവശ്യപ്പെടുന്ന സകല കാര്യങ്ങളും അല്ലാഹു നിർവഹിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കള്ളം കെട്ടിച്ചമക്കുകയാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് കാണാം, ആദൽ ഹദീസു മൗദൂഉൻ, ഈ ഹദീസ് എന്നുള്ളത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കെട്ടിച്ചമച്ചതാണ്, അത് പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ശഅബാൻ 15 രാവിൽ സൂറത്തുൽ യാസീൻ പ്രത്യേകമായി കൊണ്ടുപോവുക. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ശഅബാൻ 15 രാവിൽ പ്രത്യേകമായി കൊണ്ട് 6 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കെട്ടിച്ചമച്ച മറ്റൊരു ഹദീസ് ഇവർ കൊണ്ടുവരാറുണ്ട്. അതെന്താണ് പറയുന്നത്? ആരെങ്കിലും 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 മലക്കുകളെ അവന്റെ അടുക്കലേക്ക് സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് അയക്കുമെന്ന് പ്രവാചകന്റെ മേൽ ഇല്ലാത്ത കള്ളം കെട്ടിച്ചമക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സഹോദരന്മാരെ, ദുരിതം നീങ്ങുവാനും അതുപോലെ തന്നെ ദീർഘായുസ് ലഭിക്കാനും ദാരിദ്ര്യം മാറാനുമൊക്കെ ആയിട്ട് സൂറത്ത് യാസീന് 3 പ്രാവശ്യം ഓതിയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇത്തരം ഹദീസുകൾ മുഴുവനും മൗദൂആണ്, അതൊക്കെ പ്രവാചകന്റെ മേൽ കെട്ടിച്ചമച്ച ഹദീസുകളാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ശഅബാൻ 15 രാവിൽ ഓരോരുത്തർക്കും ഒരു വർഷത്തേക്കുള്ള റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഹദീസ്. അതിന് അവർ പറയുന്നത് ആ ഒരു ദിവസത്തിൽ അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ 6 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഉപജീവനം വിശാലമാകും, അതുപോലെ തന്നെ ദീർഘായുസ് ലഭിക്കും, മരണപ്പെട്ടവർക്ക് നന്മ ലഭിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള പൊള്ളയായ കുറെ വാദങ്ങൾ ഇവർ കൊണ്ടുവരുന്നതായി കൊണ്ട് കാണാം. അങ്ങനെ കിട്ടണമെങ്കിൽ സൂറത്ത് യാസീന് 3 പ്രാവശ്യം ഓതിയാ മതി എന്നൊക്കെ ഇവരില്ലാത്ത ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാക്കുന്നതായി കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇങ്ങനെ ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുന്നതിനെ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് പണ്ഡിതന്മാർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ പണ്ഡിതൻ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത്തരം ഹദീസുകൾ അഥവാ ശഅബാൻ മാസത്തിലെ 15 രാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക നോമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഹദീസുകൾ അത് മുഴുവനും മൗദൂആണ്, അതൊക്കെ കെട്ടിച്ചമക്കപ്പെട്ടതാണ്, അത് മുഴുവനും ദുർബലമാണ് എന്ന ആ ഒരു വിഷയം നാം ഏവരും തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ദീനിലാണ് നാം നിലകൊള്ളേണ്ടത്. ബിദ്അത്തിന്റെ അനുയായികളായി ഒരിക്കലും നാം മാറാൻ പാടില്ലെന്നതുകൂടി നാം ഏവരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. ഫയാ അയ്യുഹൻ നാസ് ഉസീകും ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിലക്കുകൾ
ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിൽ ധാരാളം അനാചാരങ്ങൾ നമ്മുടെ ഈ ഉമ്മത്തിൽ നടന്നു വരുന്നു എന്നതായിരുന്നു സൂചിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് ശഅബാൻ 15-ാം രാവിൽ പകലിൽ നോമ്പ് നോൽക്കുകയും രാത്രി നമസ്കരിക്കുകയുമാണ് എന്ന് മൗദൂആയ ഹദീസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പലരും ഈ ഒരു കാര്യം നിർവഹിച്ചു പോരാറുള്ളത്. ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നതുകൂടി നാം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിൽ പലർക്കും സുപരിചിതമായിട്ടുള്ള മറ്റൊന്നാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇന്ന് ശഅബാൻ 15-ന്റെ രാവാണ്. ഈ രാത്രിയിൽ ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളോളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കും എന്ന ദുർബലമായ ഹദീസ്. ആ ഹദീസിനെ മഹാനായ പണ്ഡിതൻ അൽബാനി റഹിമഹുല്ലാ പറഞ്ഞത് ദുർബലമെന്നല്ല, വളരെ ദുർബലം, ഏറ്റവും മോശമായി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ശഅബാൻ 15-ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് ശരിയുമാണ്. പക്ഷേ ആ ഒരു ദിവസത്തിൽ, ആ ഒരു രാവിൽ പ്രത്യേകമായി കൊണ്ട് നോമ്പെടുക്കുകയോ പ്രത്യേകമായി കൊണ്ട് നമസ്കരിക്കുകയോ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒന്നും പഠിപ്പിക്കാത്ത മാർഗമാണ്. അത് മുഴുവനും ബിദ്അത്ത് ആണെന്നുള്ള ഒരു ഗൗരവമുള്ള കാര്യം നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്തതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15-ന് അനുഷ്ഠിച്ചു വരുന്ന ആ ഒരു കർമ്മം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ അധിക ദിവസങ്ങളിലും നോമ്പ് നോറ്റിട്ടുണ്ട്. പക്ഷേ ശഅബാൻ 15-ന് പ്രത്യേകമായി കൊണ്ട് നബിയോ സഹാബത്തോ ആരും തന്നെ ആ ഒരു കാര്യം നിർവഹിച്ചിട്ടില്ല. ശഅബാൻ 15-ന് ബറാഅത്ത് എന്ന പേര് നൽകിയിട്ടുമില്ല. മാത്രമല്ല ആ ദിവസത്തിൽ പ്രത്യേകമായ നോമ്പ് അനുഷ്ഠിച്ചിട്ടുമില്ല എന്നത് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ശഅബാൻ 15-ന്റെ രാവിൽ മധുരം നൽകുക, അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പല പണ്ഡിതന്മാരും അതിനെ ഗണ്ണിക്കുകയും അത് പാടില്ല, അത് മുഴുവനും ബിദ്അത്ത് ആണെന്ന് കൂടി നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് തുടക്കത്തിൽ ഓർമ്മിപ്പിച്ച 2 നിബന്ധനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായി കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൽ ഇഖ്ലാസ് വേണം. ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ആത്മാർത്ഥത ഉണ്ടാവണം. മാത്രമല്ല രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാകണം. പഠിപ്പിക്കാത്തൊരു കാര്യം ഉണ്ടാക്കുന്നത് അത് ബിദ്അത്താണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുമില്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം കൂടിയാണ് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ലാ ബിദ്അത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, മൻ അഹ്ദത ഫീ ഹാദിഹി ഉമ്മത്തി ഷൈഅൻ, ആരെങ്കിലും ഈ ഉമ്മത്തിൽ പുതുതായി കൊണ്ടൊരു കാര്യം കൊണ്ടുവരികയാണ്, ലം യകുൻ അലൈഹി സലഫുഹാ, മുൻഗാമികൾ ആരും അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മുൻഗാമികൾ ആരും അങ്ങനെ കണ്ടിട്ടുമില്ല, കൊണ്ടുവന്നിട്ടുമില്ല, അങ്ങനത്തെ ഒരു കാര്യം ആരെങ്കിലും ദീനിൽ പുതുതായി കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ റിസാലത്തിൽ, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് ബിദ്അത്ത് എന്നുള്ളത്. അതിൽ നിന്ന് നാം എല്ലാവരും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ മാർഗത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളേണ്ടത്. ബിദ്അത്ത് ചെയ്താൽ അനന്തരഫലം എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാല ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, ഒരു ബിദ്അത്ത് ചെയ്യുന്ന ആള് അയാൾ ആ ബിദ്അത്തിനെ ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കിടയിൽ ഒരു മറയിടും. അയാളുടെ തൗബ, അയാളുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത അവസ്ഥ പോലും ഉണ്ടാകുമെന്ന ഒരു വിഷയം നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഹൗദുൽ കൗസറിൽ നിന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മഹ്ശറ മൈതാനിയിൽ നിന്ന് ഉമ്മത്തിന് ഹൗദുൽ കൗസറിൽ നിന്നുള്ള വെള്ളം കൊടുക്കുന്ന സമയത്ത് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും.
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും, ആരാണ് ഈ ആളുകൾ? ഇത് അറിയപ്പെട്ടത് എന്തിനാണ്? അവർ എൻ്റെ ഉമ്മത്തിൽ പെട്ടിട്ടും എന്ത് ചെയ്തതുകൊണ്ടാണ് അവരെ തടഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയപ്പെടും, ഈ ആളുകൾ തങ്ങളുടെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം പല കാര്യങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണ്, ദീനിൽ മാറ്റം വരുത്തിയ ആളുകളാണെന്ന് പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, സുഹ്ഖൻ സുഹ്ഖ ലിമൻ ഗയ്യറ ബഅദി, എന്നിൽ നിന്ന് മാറി നിൽക്കുക, എൻ്റെ ശേഷം, എൻ്റെ കാലശേഷം ദീനിൽ മാറ്റമുണ്ടാക്കിയ ആളുകളെ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയകറ്റുമെന്ന ആ ഒരു വിഷമമേറിയ അവസ്ഥ യാതൊരു കാരണവശാലും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, വിദഅത്തിന്റെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹുവും മലായികത്തുകളും അതുപോലെ തന്നെ ലോകത്തുള്ള സകല ജനങ്ങളും അവരുടെ മേൽ ശപിച്ചിരിക്കുന്നു എന്ന ഗൗരവപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് ശഅബാൻ 15, ആ 15-ാം രാവിൽ ബറാഅത്ത് എന്ന പേര് കൽപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം നോമ്പ് നോൽക്കുക, അന്നേ രാത്രി 100 റക്അത്ത് നമസ്കരിക്കുക, 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുക, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക, 6 റക്അത്ത് മറ്റൊരു രീതിയിൽ നമസ്കരിക്കുക തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും അത് മുഴുവനും ബിദ്അത്താണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ശഅബാൻ 15-ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്നുള്ളത്. അങ്ങനെ പുറത്തു കൊടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വന്തമായി കൊണ്ട് ആ ദിനത്തിന് ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് ആ ദിനത്തിൽ നോമ്പെടുക്കാനോ അല്ലെങ്കിൽ അത്തരം അനാചാരങ്ങൾ ചെയ്യാനോ നമുക്കൊരു അവകാശവും ഇല്ല. കാരണം ദീനുൽ ഇസ്ലാം എന്നുള്ളത് അത് പൂർണ്ണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമാക്കിയ ആ മതത്തിനെ നമ്മളായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല. അത് പരിപൂർണമാണ് എന്നത് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി സ്ഥിരമായി കൊണ്ട്, അതായത് ശഅബാൻ 1 മുതൽക്ക് നോമ്പ് നോൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ഈ 15-ാം രാവെത്തുന്ന സമയത്ത് ഇന്നേ ദിവസം അള്ളാഹു പുറത്തു നൽകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ നിയ്യത്ത് ബറാഅത്ത് നോമ്പിന്റെ നിയ്യത്തായി മാറിക്കഴിഞ്ഞാൽ അവരും ബിദ്അത്തിന്റെ കക്ഷിയിൽ പെടുമെന്നത് ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിരിൻ, അതായത് മുശ്രിക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾക്കും അതുപോലെ തന്നെ മുശാഹിരിനും പുറത്തു കൊടുക്കുകയില്ല എന്നത്. അതിന് മുശാഹിരിന്റെ വിശദീകരണമായി കൊണ്ട് പറയുകയുണ്ടായി, ബന്ധം മുറിക്കുന്ന ആളുകളാണ്. എന്നാൽ മഹാനായ പണ്ഡിതൻ ഇമാം ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അറാദ ബിശ്ശാഹിരി, ഈ ഷാഹിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ സാഹിബുൽ ബിദ്അത്തി അൽ മുഫാരിഖു ലിജമാഅത്തിൽ ഉമ്മ, മുസ്ലിം പൊതു സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചിട്ടുള്ള ബിദ്അത്തുകാരനാണ്, അനാചാരങ്ങൾ കൊണ്ട് നടക്കുന്നവനാണ് ആ മുശാഹിനെ കൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അങ്ങനെയുള്ള ആ മുശാഹിൻ, ആ ബിദ്അത്തുകാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അന്നേ ദിവസം നോമ്പെടുത്ത് അല്ലാഹുവിനടുക്കലേക്ക് അടുപ്പം സ്ഥാപിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്ത ആ ഒരവസ്ഥ നമുക്കുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ വിശേഷം നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക, അത് പ്രാവർത്തികമാക്കാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്, ബറാഅത്ത് നോമ്പ് എന്നുള്ളത് അത് ബിദ്അത്ത് തന്നെയാണ്. അന്നേ ദിവസം പ്രത്യേകമായി കൊണ്ട് ചെയ്യുന്ന സകല കർമ്മങ്ങളും അത് മുഴുവനും ബിദ്അത്ത് തന്നെയാണ് എന്നത് ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യഥാർത്ഥ ദീനിൽ നാം നിലകൊള്ളാൻ ശ്രദ്ധിക്കുക. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ ഒരു സുന്നത്തിൽ നമ്മൾ നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് നീ രക്ഷിക്കുമാറാകണമേ. അതുപോലെ തന്നെ സഹോദരന്മാരെ, പ്രത്യേകമായി കൊണ്ട് ഒരു പ്രാർത്ഥനാ വസിയത്തുണ്ട്. ജാമിഅത്തുൽ ഇസ്ലാമിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉപ്പാക്ക് ഹാർട്ട്പരമായിട്ടുള്ള ഒരു രോഗമുണ്ട്. അദ്ദേഹത്തിന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ സഹോദരന്റെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നമ്മളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അവരെയും നമ്മയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ,
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ധാരാളം മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ മുഴുവനും നീ ദൂരീകരിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ റമദാനിനെ വരവേൽക്കാനുള്ള മഹത്തായ തൗഫീഖ് നാം ഇവർക്കും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم تسليما كثيرا كثيرا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة.